നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി UDF മഹാറാലി അല്പസമയത്തിനകം കോഴിക്കോട് ആരംഭിക്കും. കടപ്പുറത്ത് നടക്കുന്ന മഹാറാലിയിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ പങ്കെടുക്കും. UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി ബസിന്റെ ഫ്ളാഗ് ഓഫും പരിപാടിയിൽ നടക്കും. സോണിയാഗാന്ധിയുടെ ആരോഗ്യനില കണക്കിലെടുത്താണ് രാഹുൽ ഗാന്ധി അവസാന നിമിഷം യാത്ര റദ്ദാക്കിയത്. AK അഭിലാഷും സിനോജ് തോമസും നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം അഭിലാഷിലേക്ക്. അഭിലാഷ, വലിയ തയ്യാറെടുപ്പുകളാണ്. കടപ്പുറം നിറഞ്ഞു കവിയുന്ന ആൾക്കൂട്ടത്തെയാണ്, അണികളെയാണ് പ്രതീക്ഷിക്കുന്നത്. UDF സംസ്ഥാന വ്യാപകമായ പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും വലിയ ജനക്കൂട്ടം തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു മഹാറാലി സംഘടിപ്പിച്ചത്. രാവിലെ രാഹുൽ ഗാന്ധി എത്തുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ ചില കാരണങ്ങളാൽ അവരുടെ സോണിയാഗാന്ധി ആശുപത്രിയായിരിക്കുന്ന സാഹചര്യത്തിലാണ് അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാതിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും വലിയ തരത്തിലെ ജനക്കൂട്ടം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ദൂരെയോട്ട് തന്നെ ആളുകൾ എത്തുന്നു. ഏതാണ്ട് 5 മണിയോട് കൂടി പരിപാടി ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചത്. പക്ഷേ അല്പസമയം കൂടി ഇതിന് വൈകും എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇവിടെയുള്ള ആളുകളൊക്കെ വലിയ ആവേശത്തിലാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി പേരാണ് ഇവിടേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഈ ആവേശം? വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. രാഹുൽ ഗാന്ധി എത്താത്ത ഒരു വിഷമം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. വിഷമായില്ലേ? തീർച്ചയായിട്ടും. ഏതായാലും ഈ രാഹുൽ ഗാന്ധി എത്താത്തത് ഇവരെ സംബന്ധിച്ച് വലിയ വിഷമമായി എന്ന് അവർ പറയുന്നു. ഏതായാലും ഇന്ദിരാ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ട് 6 ഇന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ പ്രധാന പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അവിടേക്ക് നോക്കിയാൽ കാണാം, അത് സംബന്ധിച്ചുള്ള ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട ബസ് അവിടെ നിർത്തിയിരിക്കുന്നു. അതിൽ 6 ഗ്യാരണ്ടികൾ പ്രത്യേകം പറയുന്നു. ക്ഷേമ പെൻഷൻ അടക്കമുള്ള, അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് പ്രത്യേക പദ്ധതികൾ അടക്കമുള്ള 6 പദ്ധതികൾ പ്രഖ്യാപിക്കും. ഏതായാലും എന്താണ് പറയാനുള്ളത്? കോഴിക്കോട് ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ആ ഒരു ആവശ്യത്തിലാണ് ഈ മലബാറിൽ ഈ ഒരു സംഗമം ഇവിടെ സംഘടിപ്പിച്ചത്. അപ്പം കോഴിക്കോട് ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ള ആവേശത്തിൽ ഇവിടെ പ്രവർത്തകർ പങ്കുചേരുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധി കുറ്റ്യാടി ഈ വർഷം പാർക്കിൽ അബ്ദുള്ള കഴിഞ്ഞ വർഷം ചെയ്ത വികസനം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പാർക്കിൽ അബ്ദുള്ള ഈ പ്രാവശ്യം മത്സരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ വർഷം കുറ്റ്യാടി പാർക്കിൽ അബ്ദുള്ള തിരിച്ചു പിടിക്കും. എല്ലാവരും കുറ്റ്യാടി. അതെ, കുറ്റ്യാടി പാർക്കല് മൂടാടി എല്ലാ ഭാഗത്തും നാട് വന്നിട്ടുണ്ടല്ലേ? സുനിൽകുമാർ ഏറനാട് മലപ്പുറത്ത് നിന്ന് എല്ലാ സ്ഥലത്തും ആളുകൾ എത്തിയിട്ടുണ്ടല്ലേ? എന്താണ് പറയാനുള്ളത് ചേച്ചി? മല്ലികാർജ്ജുന ഖാർഗെ മഹാറാലിയിൽ പങ്കെടുക്കാനായി കോഴിക്കോടേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ, എയർപോർട്ടിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണുന്നത്. അദ്ദേഹം ഏറ്റവും അടിയന്തരമായി കോഴിക്കോട്ടേക്ക് എത്തുന്നതാണ്. ഒപ്പം പ്രതിപക്ഷ നേതാവുണ്ട്. രാഹുൽ ഗാന്ധിയാണ് വരാനിരുന്നത്. സോണിയാഗാന്ധിയുടെ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് രാഹുൽ കേരള യാത്ര റദ്ദാക്കിയതോടുകൂടിയാണ് AICC പ്രസിഡന്റ് തന്നെ യാത്രയ്ക്ക് വേണ്ടി, ഈ മഹാറാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് എത്തുന്നത്. ഖാർഗെ എന്തായിരിക്കും കോഴിക്കോട്ടെ മഹാറാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക എന്നത് പ്രധാനമാണ്. കാരണം കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിർണായകമായ പങ്ക് ആ ചർച്ചകളിലൊക്കെ വഹിച്ച ആളാണ് മല്ലികാർജ്ജുന ഖാർഗെ. സ്വാഭാവികമായും അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാകും. പ്രതിപക്ഷ നേതാവ് അടക്കമെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് കോഴിക്കോട്ടെ ബീച്ചിലേക്ക് ഖാർഗെ പുറപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയം തന്നെ അദ്ദേഹം കോഴിക്കോട് കടപ്പുറത്തേക്ക് എത്തും. അതോടുകൂടി തന്നെ പരിപാടിക്ക് ഔദ്യോഗികമായ തുടക്കമാകും. വലിയ തോതിലുള്ള അണികളെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മഹാറാലിയാണ് കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. റാലി അഭിസംബോധന ചെയ്യാൻ വേണ്ടിയാണ് കോൺഗ്രസിന്റെ ഏറ്റവും ആരാധ്യനായ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ അവിടേക്ക് എത്തുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സിനോജ് തോമസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സിനോജ്, മല്ലികാർജ്ജുന ഖാർഗെ എത്തിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തെ ഇവിടെ നിന്ന് സ്വീകരിച്ച് ബീച്ചിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അവിടെ പരിപാടികൾ ഔദ്യോഗികമായി തുടങ്ങിക്കഴിഞ്ഞുവോ? മാധു, ആമുഖ പ്രഭാഷണം തുടങ്ങിയിരിക്കുന്നു. KC അബു പ്രസംഗിച്ചു തുടങ്ങിയിരിക്കുന്നു. മറ്റു നേതാക്കളൊക്കെ തന്നെ, ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇവിടെ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് നേതാക്കൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കോഴിക്കോട് ജില്ലയിൽ 13 മണ്ഡലങ്ങളാണുള്ളത്. 13 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ഉടൻ തന്നെ വേദിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്.
നോർത്തിലെ സ്ഥാനാർത്ഥി കെ ജയന്ത്, കൊയിലാണ്ടൻ സ്ഥാനാർത്ഥി DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ തുടങ്ങിയ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വേദിയിലേക്ക് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന്, ഈ പേര് പറയുന്ന പോലെ മഹാറാലി എന്നാണ് പേരിട്ട്, അതേ രീതിയിൽ തന്നെ മഹാസാഗരമായി കോഴിക്കോട് കടപ്പുറം മാറിയിരിക്കുകയാണ്. UDF-ന് ഒരു ഊർജ്ജം നൽകാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വലിയൊരു ആൾക്കൂട്ടം തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വരുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം സോണിയാഗാന്ധി ആശുപത്രിയിലായതുകൊണ്ട് മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ വരവ് ക്യാൻസൽ ആയത്. പക്ഷേ അതും തന്നെ ആളുകൾ പ്രതീക്ഷയോടെ വന്നിരുന്നു. രാഹുൽ ഗാന്ധി ചിത്രങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് വന്നത്. പക്ഷേ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് ഒഴുകി വരികയാണ്. വടകരയിലെ UDF സ്ഥാനാർത്ഥി KK രമേശ് തന്നെ വേദിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉൾപ്പെടെയുള്ള നിരവധി UDF പ്രവർത്തകരാണ് ഈ ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 6 മണിയോടുകൂടി തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ ബീച്ചിലേക്ക് എത്തും. അദ്ദേഹത്തിന്റെ പരിപാടി പറഞ്ഞത് തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി, അതുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിന് വേണ്ടി UDF ബസ് ഇറക്കിയിട്ടുണ്ട്. ആ ബസിന്റെ ഫ്ളാഗ് ഓഫ് ഉണ്ടാവും. ആ ബസ്സിൽ കയറിയുള്ള യാത്രയുണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സുപ്രധാനമായ തീരുമാനങ്ങളാണ് രാഹുൽ ഗാന്ധി പുതിയ യാത്രയുടെ സമാപന വേദിയിൽ വെച്ച് നടത്തിയത്. അതായത് 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടിയുടെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ഒപ്പം തന്നെ സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര. അതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന്റെ വശത്ത് നിന്നൊക്കെ വലിയ വിമർശനം ഉണ്ടായതാണ്. നഷ്ടത്തിലോടുന്ന KSRTC അങ്ങനെ സൗജന്യ യാത്ര കൊടുക്കുമെന്നൊരു ചോദ്യം ഉയർന്നു വരുന്നു. പക്ഷേ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പ് നൽകിയിരിക്കുകയാണ് UDF. ഒപ്പം തന്നെ കോളേജിൽ പോകുന്ന വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപയുടെ ധനസഹായമാണ് UDF പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനം. ഒപ്പം തന്നെ പുതിയ സംരംഭകർക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഈ കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന മഹാറാലിയിൽ ദേശീയ അധ്യക്ഷൻ തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സമീപ ജില്ലകളിൽ നിന്ന്, പ്രത്യേകിച്ച് വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രവർത്തകർ കൂടി ഇവിടേക്ക് വരുന്നുണ്ട്. VS ജോയ് ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കളും സ്ഥാനാർത്ഥികളും ഈ വേദിയിലേക്ക് വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സച്ചിൻ പൈലറ്റ് ഉണ്ടാവും. രേവന്ത് റെഡ്ഡി ഇവിടേക്ക് വരുമെന്ന് പറയുന്നു. അങ്ങനെ വലിയ നേതാക്കൾ തന്നെ കോഴിക്കോട് കടപ്പുറത്തേക്ക് വരികയാണ്. എങ്ങനെയെങ്കിലും ഭരണം പിടിച്ചെടുക്കുക, ഇത്തവണ ഭരണം പിടിച്ചെടുക്കുക തന്നെയാണ് UDF-ന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ UDF-ന്റെ സന്നദ്ധരായ എല്ലാ നേതാക്കളും വേദിയിലേക്ക് വരുന്നു. പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലി ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ ആവേശകരമായ ഒരു പ്രചാരണത്തിലേക്ക് UDF കടക്കാൻ വേണ്ടി പോവുകയാണ്. സംസ്ഥാനത്ത് UDF-ന്റെ പ്രചാരണത്തിന്റെ തുടക്കമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. വലിയ രീതിയിലുള്ള ഇന്ദിരാ ഗ്യാരണ്ടിയുമായി സംസ്ഥാന വ്യാപകമായി ബസ് ഒരു യാത്ര തുടങ്ങുക കൂടിയാണ്. എന്തൊക്കെയാണ് വാഗ്ദാനങ്ങൾ എന്നത് ഓരോരുത്തരിലേക്കും എത്തിക്കാനുള്ള ഒരു നീക്കം നടത്തുക കൂടിയാണ്. ഇന്ന് അതിനുകൂടി തുടക്കമാവുകയാണ്. സനോജ്, തീർച്ചയായിട്ടും മാധു, ബസ് ഒരു പുതിയ ബസ്സാണ്, ലൈൻ ബസ്സാണ്. ബസ്സിന് സ്റ്റിക്കറൊക്കെ തന്നെ ഒട്ടിച്ച് എന്റെ ദൃശ്യങ്ങൾ അവിടെയുണ്ട്, അത് കാണിക്കാവുന്നതാണ്. വളരെ മനോഹരമായ ഒരു ബസ് തയ്യാറാക്കിയിരിക്കുക. ബസ് പരമാവധി മണ്ഡലങ്ങളിലൂടെ, അതായത് 2 ആഴ്ച താഴെ മാത്രമേ ഈ പരസ്യ പ്രചരണത്തിന് ഇനി സമയമുള്ളൂ. പരമാവധി സ്ഥലങ്ങളിലൂടെ ആ ബസ് ഓടിച്ച് ജനങ്ങളിലേക്ക് UDF നൽകുന്ന ഗ്യാരണ്ടി, ഇന്ദിരാ ഗ്യാരണ്ടി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആ ഗ്യാരണ്ടി ജനങ്ങളിലേക്ക് എത്തിക്കുക. അങ്ങനെ ജനങ്ങളെ ബോധവൽക്കരിച്ച് പരമാവധി വോട്ടുകൾ നേടി പരമാവധി മണ്ഡലങ്ങളിൽ മിനിമം 100 സീറ്റാണ് ഗ്യാരണ്ടിയായിട്ട് UDF നേതാക്കൾ പറയുന്നത്. ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ 100 സീറ്റ്, അതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നു. ആ 100 എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പരമാവധി സ്ഥലങ്ങളിലൂടെ ബസ് സഞ്ചരിച്ച് ആളുകളിലേക്ക് ഗ്യാരണ്ടി എത്തിക്കുകയാണ് UDF-ന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ കോഴിക്കോട് കടപ്പുറത്ത് പല സമ്മേളനങ്ങൾ കണ്ട കോഴിക്കോട് കടപ്പുറമാണ് വലിയ ഓർഗനൈസ്ഡ് ആയിട്ട് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടാണ്, പെട്ടെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണെങ്കിൽ കൂടി വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ UDF-ന്റെ സംഘാടക സമിതി വേദി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വന്നിരുന്നെങ്കിൽ ഈ പ്രവർത്തകർക്ക് ആവേശം പകരാൻ വേണ്ടി റാമ്പിലൂടെ നടന്ന് അണികളെ കൈവശി കാണിക്കാനുള്ള സജ്ജീകരണമൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലാണ് രാഹുൽ ഗാന്ധിക്ക് വരാൻ കഴിയാതെ പോയത്. എങ്കിൽ കൂടി ആളുകളൊക്കെ തന്നെ നേരത്തെ തീരുമാനിച്ചതുപോലൊക്കെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ട്. എവിടെ നിന്ന് ചേട്ടാ വരുന്നത്? വടകര. ആര് ജയിക്കും? KK രമ. ഞാൻ എന്റെ കുറ്റ്യാടി നിയോജകമണ്ഡലമാണ്. കുറ്റ്യാടി നിയോജകമണ്ഡലത്തിൽ പാർക്കിൽ അബ്ദുള്ള സാഹിബ് ഭൂരിപക്ഷത്തിൽ ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം 333 വോട്ടിന്റെ ഇതിലാണ് മൂപ്പർ പരാജയപ്പെട്ടത്. ഇപ്രാവശ്യം വലിയ ഭൂരിപക്ഷം പ്രവചിച്ച് ഏകദേശം 10,000-ന് മുകളിൽ പോയി. 10,000-ന് മുകളിലേക്ക്. ഇത് എല്ലാവരും കുറ്റ്യാടിയാണോ? എവിടെ നിന്ന് വരുന്നത്? മലപ്പുറം. മലപ്പുറം ഏതാ ജില്ല? മണ്ഡലം ആണ്. പ്രവചനം എത്ര ജയിക്കും? 10,000 വോട്ടിന് ജയിക്കും. 10,000. എവിടെ വരുന്നത്? ഞാൻ മലപ്പുറം തിരുവിരങ്ങാടി. അപ്പോ ഞാൻ മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും കൂടിയാണ്. മഹിളന്റെ ഞങ്ങളവിടെ ENA സൈനിയർ ഒരു 25,000 വോട്ടിന് മുകളിൽ ജയിക്കും. സെയിമാണല്ലേ? നിങ്ങൾക്ക് എവിടെ നിന്നാണ് വരുന്നത്? കൊയിലാണ്ടി. പ്രവീൺകുമാർ DCC പ്രസിഡന്റാണ്. വലിയ പ്രതീക്ഷയോടെ മത്സരിക്കുന്നു. എത്ര വോട്ടിന് ജയിക്കും? 24,000 വോട്ടിന്. 24,000. 4 ലക്ഷം. കൊടുവള്ളി. PK ഫിറോസ്. ഭൂരിപക്ഷം 20,000-ന്റെ മുകളിൽ. 20,000. സലീമടൂരാണ് എതിർ സ്ഥാനാർത്ഥി. നല്ല സ്ഥാനാർത്ഥി ഉണ്ടാവുമോ? ഇല്ലല്ല, ഒന്നും ഉണ്ടാവില്ല. ഇല്ലല്ല. കാരാട്ടറസ് ഒക്കെ വന്നത് അനുകൂലമായോ? വന്നത് കുറെ വോട്ടുകൾ വരും. അത് കുറെ വോട്ടുകൾ വരും. INL-ലുള്ള കുറെ വോട്ടുകൾ ആ ഭാഗത്തുനിന്ന് വരാനുണ്ട്.
കൊടുവള്ളി സിറ്റി കേന്ദ്രീകരിച്ച് എപ്പോഴും UDF-ന് ഒരു 5000 വോട്ട് നോട്ടക്കൊക്കെ പോകുന്ന ഒരു പ്രദേശമാണ് അവിടെ. അതുകൊണ്ട് മോയിൻകുട്ടി സാഹിബ് നിന്ന സമയത്ത് വരെ 35 വോട്ടിന് ജയിച്ചൊരു മണ്ഡലമാണ് കൊടുവള്ളി, 90 വോട്ടിന്. അപ്പൊ അവിടെ ഈ ഒരു 5000 വോട്ട് വരെ കൊടുവള്ളി സിറ്റി ലൊക്കേറ്റ് ചെയ്തിട്ട് 5000 വോട്ടുകളോളം നോട്ടക്കും പിന്നെ ചെയ്യാതെയൊക്കെ പോകുന്ന വോട്ടുകളുണ്ട്. നോട്ടൊക്കൊന്നും പോവില്ല. അല്ല, ഇപ്രാവശ്യം ഫുള്ളാടെ സജീവ ഫിറോസിന് അല്ല കാരാട്ട് വന്നതോടുകൂടി ആ ബ്ലോക്കൊക്കെ നീങ്ങിയിട്ട് ഫുള്ള് വോട്ട്. കാരണം നോട്ടയ്ക്ക് കുത്താൻ ആരും ഉണ്ടാവില്ല. മുനിസിപ്പാലിറ്റിയിലൊന്നും പ്രതിപക്ഷമല്ലല്ലോ ഇപ്പൊ. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഗുണം അവിടെ കിട്ടുന്നില്ല പ്രതീക്ഷ. മധു, വലിയ പ്രതീക്ഷയിലാണ് വോട്ടർമാര്. കുറ്റാടിയുന്നുണ്ട്, മലപ്പുറത്ത് നിന്നുണ്ട്, പേരാമ്പ്രയുന്നുണ്ട്, കൊയിലാണ്ടി നിന്നുണ്ട്, എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും പ്രവർത്തകർ ഈ കോഴിക്കോട് എവിടെന്നാ നാദാപുരം ഉണ്ടല്ലേ? എനിക്ക് കുറച്ചുകൂടെ കയറാനേ. നാദാപുരംകാര്. ഓക്കെ, എങ്ങനെയുണ്ട് അഭിജിത്ത്? അവിടെ പൊളിക്കോ? പൊളിച്ചടക്കിയിരിക്കും. എത്ര വോട്ട്? 1000 വോട്ട് ഭൂരിപക്ഷം ജയിച്ചാൽ വടകര. അഭിജിത്തിന്റെ നാദാപുരത്തെ ജനങ്ങളെ ഫൈസൽ ബാബു. ഓക്കെ, തന്നെയാണ് പല മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ വരുന്നത്. എവിടുന്ന? ബേപ്പൂരുകാരനാരാ? എവിടെ ബേപ്പൂര്? എത്ര വോട്ട് കിട്ടും? അൻപർ എന്തായാലും ഒരു 5000 വോട്ട് മിനിമം. മേലോട്ട് എല്ലാരും വലിയ പ്രതീക്ഷ അത് പറയുന്നത്. തിരുവമ്പാടി ഉണ്ട്, എനിക്ക് പുറകോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. എവിടുന്നാ വരുന്നത് ചേച്ചി? എവിടെ വരുന്നത്? നാദാപുരം, കുറ്റ്യാടി. എവിടെ കടപ്പുറത്ത് UDF-ന് മഹാറാലി. അവിടെ മല്ലികാർജ്ജുന ഖാർഗെ അല്പസമയത്തിനകം എത്തും. അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും എല്ലാവരും എത്തും. അവരെ എല്ലാവരെയും സ്വീകരിക്കാനും എന്താണ് പ്രചാരണത്തിന് അടുത്ത ഘട്ടം എന്നത് സംബന്ധിച്ച് നേതാക്കളെ കേൾക്കാനും എല്ലാം ആയിരങ്ങളാണ് അവിടെ അണിനിരന്നിരിക്കുന്നത്.